ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ. അപ്പോ നമുക്കറിയാം എഫക്റ്റീവ് മെമ്മറി അഡ്രസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാ, ഒരു മെമ്മറി സെഗ്മെന്റ് ഉണ്ടാവും അല്ലെ? ആ സെഗ്മെന്റിന്റെ അറ്റത്ത് നമ്മൾ ഒരു 0 കൊടുത്തിട്ട് ഒരു ഓഫ്സെറ്റ് വാല്യൂ ഉണ്ടാവും. ആ ഓഫ്സെറ്റ് വാല്യൂ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഫക്റ്റീവ് മെമ്മറി അഡ്രസ് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെ? അപ്പം ആ ഓഫ്സെറ്റ് വാല്യൂ നമുക്ക് തരുന്ന ഡിഫറെന്റ് രീതിയിൽ തരും. ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല തരും, ബേസിന്റെ ഫോർമുല തരും, ആൻഡ് ഇൻഡെക്സ് രജിസ്റ്ററിന്റെ ഫോർമുല തരും. ഡിസ്പ്ലേസ്മെന്റ്, ബേസ്, ഇൻഡെക്സ്. ഇതിനെ എന്നാണ് പരിചയപ്പെടാം. നമുക്കൊരു ഓരോ മോഡ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ മെമ്മറി അഡ്രസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദി മെമ്മറി സെഗ്മെന്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓഫ്സെറ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് മെമ്മറി സെഗ്മെന്റ് കൂടെ നിങ്ങൾ എന്ത് കൂടെ അപ്പൻഡ് ചെയ്യണം? 0 കൂടെ അപ്പൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ ഓഫ്സെറ്റ് തരുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഫോം എന്ന് പറഞ്ഞാൽ, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഒരു 8 ബിറ്റ് അല്ലെങ്കിൽ ഒരു 16 ബിറ്റ് ഇമീഡിയറ്റ് വാല്യൂ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ തരും. അതെടുത്ത് ആഡ് ചെയ്താൽ മതി. പിന്നല്ലെങ്കിൽ ഒരു ബേസ് രജിസ്റ്ററിന്റെ ഫോമില്, അതായത് ഒന്നുകിൽ ബേസ് പോയിന്റർ അല്ലെങ്കിൽ നമ്മുടെ BX രജിസ്റ്റർ, ഇവരുടെ കണ്ടന്റ് ആയിട്ട് തരും ഈ ഓഫ്സെറ്റ് വാല്യൂ. അല്ലെങ്കിൽ ഇൻഡെക്സ് രജിസ്റ്റർ, സോഴ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിന്റെ കണ്ടന്റ് ആയിട്ട് തരും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവ് മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് ഇതിനകത്ത് ആദ്യം വരുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ അപ്പോ ഇവിടെ ഇപ്പൊ നോക്കിക്കോ, ഇപ്പം ആഡ് AL, 0301 ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാല്, ഇവിടെ നമ്മുടെ 0301 എന്ന് പറയുന്ന അഡ്രസ്സിൽ, അതായത് ബ്രാക്കറ്റ് കണ്ടുകഴിഞ്ഞാൽ ഓർക്കണം എന്താണ്? ഒരു മെമ്മറി അഡ്രസ് ആണെന്ന് ഓർക്കണം. ആ അഡ്രസ്സിൽ എന്തുണ്ട്? ഒരു 8 ബിറ്റ് ഓപ്പറന്റ് കാണും, അല്ലെങ്കിൽ 8 ബിറ്റ് ഡേറ്റ കാണും. അതാണ് എടുത്ത് എന്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്? ALന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പം 03, അതായത് ഓപ്പറന്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഗിവൺ ഓഫ്സെറ്റ് 0301 വിത്തിൻ ദ ഡേറ്റ സെഗ്മെന്റ്. ഡേറ്റ സെഗ്മെന്റിൽ ഈ 0301 കിടക്കുന്ന ഒരു ഡേറ്റ സെഗ്മെന്റിലായിരിക്കും. അവിടെ നിന്നുള്ള ഡേറ്റ എടുത്ത് നമ്മുടെ ALന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് റിസൾട്ട് AL സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്തത് ആഡ് 0301, AX. ഇവിടെ AX പ്ലസ് 0301ലെ കണ്ടന്റ് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 0301 എന്ന് പറയുന്ന ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. തൊട്ടു മുമ്പ് നിങ്ങൾ ആഡ് AL എന്നായിരുന്നു കണ്ടത് അല്ലെ? അവിടെ AL എന്നാകുമ്പോൾ നമ്മുടെ രണ്ടും 8 ബിറ്റ് ആയിരുന്നു. 030 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ 8 ബിറ്റ് ഡേറ്റേ ഉള്ളൂ. ALനകത്തും 8 ബിറ്റ് ഡേറ്റേ ഉള്ളൂ. പക്ഷെ അടുത്ത ഈ AX വരുമ്പോ, AX എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഓർത്തോണം 16 ബിറ്റ് ആണ്. 16 ബിറ്റ് ആകുമ്പം 0301 എന്ന് പറയുന്ന ലൊക്കേഷനിൽ എത്രയേ ഉള്ളൂ? 8 ബിറ്റ് ഡേറ്റേ ഉള്ളൂ. അപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 0301ലെയും 0302ലെയും കൂടെ ഡേറ്റ എടുക്കും. അത് രണ്ടും കൂടി എടുത്ത് ഒന്നിച്ചെഴുതും. അതായത് ഇപ്പം MSB ആയിട്ട് 0302ലെ വാല്യൂയും LSB ആയിട്ട് 0301ലെ വാല്യൂയും കൂടി എടുത്തിട്ടാണ് എന്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്? AXന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അടുത്തത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബേസ് പോയിന്ററോ അല്ലെങ്കിൽ ഇപ്പൊ തൊട്ടുമുമ്പ് നമ്മൾ രജിസ്റ്റർ നമ്മൾ തൊട്ടുമുമ്പ് എന്താ പഠിച്ചത്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആയിരുന്നു. അവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുവായിരുന്നു? മെമ്മറി അഡ്രസ് ഡയറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയേക്കുവായിരുന്നു ചെയ്തത്. ഇനിന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റർ അഡ്രസ്, ഒരു രജിസ്റ്റർ ആയിരിക്കും തരുന്നത്. ആ രജിസ്റ്ററിന്റെ അകത്ത് ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും ഉള്ളത്. ആ മെമ്മറി അഡ്രസ്സിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റ എടുക്കുന്നത്. ഡയറക്റ്റ് ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് മെമ്മറി അഡ്രസ് തരും. രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആകുമ്പോൾ ഒരു രജിസ്റ്റർ ആയിരിക്കും തരുന്നത്. ആ രജിസ്റ്ററിനുള്ളിൽ ഇരിക്കുന്ന, സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും. ആ മെമ്മറി അഡ്രസ്സിന് ഡേറ്റ എടുക്കും. അപ്പൊ ഇവിടെ മൂവ് AX, BX. അപ്പൊ നോക്കിയേ, BX എന്ന് പറയുന്നതിനകത്ത് ഒരു മെമ്മറി അഡ്രസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 0301 എന്ന് പറയുന്ന ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും BX ഇരിക്കുന്നതെന്ന് വെച്ചോ. 0301 എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ BX ആകുമ്പോൾ 0301 ആയിരിക്കത്തില്ല. 0301ലെയും 0302ലെയും കൂടെ രണ്ടിടത്തുനിന്നുള്ള ഡേറ്റ എടുത്തിട്ടായിരിക്കും എവിടെ കോപ്പി ചെയ്യുന്നത്? AXലേക്ക് കോപ്പി ചെയ്യുന്നത്. BX എന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ ഓർത്തോണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. BX-നകത്ത് 0301 എന്ന് പറയുന്ന ഒരു അഡ്രസ് ഉണ്ട്. ആ 0301ൽ കിടക്കുന്ന ഡാറ്റ ആണ് 53H.
അപ്പോ മൂവ് AX, BX എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ 53 മാത്രമല്ല എക്സിലോട്ട് കോപ്പി ചെയ്യാവുന്നത്. എക്സ് എന്ന് കണ്ടാൽ 16 ബിറ്റ് ആണ്. സോ അടുത്ത കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ ആയ 0302 കൂടി നോക്കും. ആ 0302 കിടക്കുന്നത് 95 ആണ്. അപ്പം ആ 95 ആയിരിക്കും MSB, 53 ആയിരിക്കും LSB. അപ്പൊ 9553H ആയിരിക്കും AXലേക്ക് മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഹലോ, ഓക്കെ മിസ്. മനസ്സിലായോ? ഹലോ, എന്താ പറഞ്ഞേ? കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടെ പറയാമോ മിസ്? പറയാം. അതായത് ഇപ്പൊ നമ്മള് AL എന്നോ AH എന്നോ ഏതെങ്കിലും 8 ബിറ്റ് പാർട്ടീഷന്റെ 8 ബിറ്റ് രജിസ്റ്റർ ആണ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂവ് AL, 0301 എന്നാണ് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസ് പറയാം, അതായത് ഡയറക്റ്റ് അഡ്രസ് ഇങ്ങോട്ട് പറയാം. ആഡ് AL, 0301. അവിടെ AL ആണ്, അതുകൊണ്ട് 8 ബിറ്റ് ആണ്. 8 ബിറ്റ് ആയതുകൊണ്ട് 0301 എന്ന് പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, AL ഡേറ്റ ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ആ റിസൾട്ട് AL സ്റ്റോർ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് അവിടെ ആഡ് AX എന്നായിരുന്നു തന്നിരുന്നെങ്കിൽ 0301 ഡേറ്റയും 0302 ഡേറ്റയും കൂടി എടുക്കും. അപ്പം ഹയർ അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റ ആണ് നമ്മുടെ MSB വാല്യൂ. ഇപ്പൊ 03 നിങ്ങൾ എഴുതി വെച്ചു, ചുമ്മാ എഴുതി വെച്ചു, 0301 ഡേറ്റ 23 ആയിരുന്നു എന്ന് വെച്ചോ. 0301 ഡേറ്റ 23, 0302 ഡേറ്റ 42 ആണെന്ന് വെച്ചോ. അപ്പൊ 4223 ആയിരിക്കും എന്തിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നത്, AXന്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നത്. ഹയർ അഡ്രസ്സിലുള്ളത് MSBയും ലോവർ അഡ്രസ്സിലുള്ളത് LSB ആയിരിക്കും. ആ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ അപ്പം ആ ഓർഡറിൽ വേണം എഴുതാൻ. ഇനി AH നും AL നും അല്ല നിങ്ങൾക്ക് സോറി AX ഓ AL എന്നോ AH എന്നോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഡയറക്റ്റ് ആ വാല്യൂ ആയിരിക്കും. AX എന്ന് കണ്ടത്, അതായത് 16 ബിറ്റ് ഫോർമാറ്റിലാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോൺസിക്യൂട്ടീവ് മെമ്മറി 2 മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ വരും. എന്നാലേ 16 ബിറ്റ് ആവത്തുള്ളൂ. ഒരു മെമ്മറി ലൊക്കേഷനിൽ 8 ബിറ്റ് അല്ലേ വരത്തുള്ളൂ. അപ്പൊ തൊട്ടടുത്ത ഹയർ മെമ്മറി അഡ്രസ്സും കൂടി എടുത്ത് ആ ഹയർ മെമ്മറി അഡ്രസ്സിൽ ഉള്ള വാല്യൂ MSB ആവും, ലോവറിലുള്ള വാല്യൂ LSB ആവും. അത് രണ്ടും കൂടെ ചേരുമ്പോഴായിരിക്കും ഒരു ഡേറ്റ ആയിട്ട് 16 ബിറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു 16 ബിറ്റ് ഡേറ്റ ആയിട്ട് മാറുന്നത്. അപ്പം ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ എന്താ വ്യത്യാസം? ഡയറക്റ്റ് അഡ്രസ് മോഡിൽ നിങ്ങളുടെ മെമ്മറി അഡ്രസ് ആസെറ്റ് തരും ഡയറക്റ്റ് ആയിട്ട്. ഇപ്പൊ 03 ഇപ്പം ആഡ് 0301, AX എന്ന് പറഞ്ഞാൽ 0301 മാത്രമേ ക്വസ്റ്റ്യനിൽ ഉണ്ടാവത്തുള്ളൂ. 0302 ഡേറ്റയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആവും എന്ന് പറയത്തില്ല. പക്ഷെ ഡിഫോൾട്ട് ആയിട്ട് സംഭവിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനകത്ത് AXന്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നത് 0302 ഡേറ്റയും 0301 ഡേറ്റയും കൂടെ ഒരുമിച്ച് എഴുതും. അപ്പോഴാണ് ഒരു 16 ബിറ്റ് നമ്പർ ആവുന്നത്. അതാണ് AXന്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഹലോ, ഡൗട്ട് ചോദിച്ച ആരായിരുന്നു? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അത് നമുക്ക് കുറച്ച് എന്താ പറയാ, നമ്മളിങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ആ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ട് എന്തായിരിക്കും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ രജിസ്റ്ററിലെ വാല്യൂ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോബ്ലം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലായിക്കോളും. അടുത്തത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രജിസ്റ്റർ ആയിരിക്കും തരുന്നത്, രജിസ്റ്ററിനകത്ത് എന്തുണ്ടാവുന്നേ ഉള്ളൂ. അപ്പം ഈ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇപ്പം മൂവ് AX, BX എന്നാണെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ആയി പോകും. പക്ഷെ മൂവ് AX, ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് തന്നിട്ടുള്ളെങ്കിലാണ് അത് എന്തായി മാറുന്നത്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആയിട്ട് മാറുന്നത്. അപ്പം BX-നകത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ആ മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ എടുത്തിട്ടായിരിക്കും എന്ത് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അത് പെർഫോം ചെയ്യുന്നത്. അടുത്തത് ആഡ് AL, SI. ഈ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ BX രജിസ്റ്ററോ BP രജിസ്റ്ററോ SI രജിസ്റ്ററോ DA രജിസ്റ്ററോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. അപ്പം ആഡ് AL, SI എന്ന് പറയുമ്പോഴത്തേക്ക് ഈ SI രജിസ്റ്ററിനകത്ത് എന്തായിരിക്കും, ഏതെങ്കിലും ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ് ആയിരിക്കും, ആ അഡ്രസ്സിലെ ഡേറ്റ എടുത്ത് ആഡ് ചെയ്യും. ഇത് ഇപ്പൊ കണ്ട പോലെ BX-ൽ കണ്ട പോലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി അടുത്ത ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അടുത്ത അഡ്രസ്സിംഗ് മോഡാണ് ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഈ ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ BX രജിസ്റ്ററോ അല്ലെങ്കിൽ BP രജിസ്റ്ററോ യൂസ് ചെയ്യും. അപ്പം BX രജിസ്റ്റർ ആണെങ്കിൽ അത് ഡേറ്റ സെഗ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട രജിസ്റ്റർ ആയിരിക്കും. BP ആണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. BP ഓർത്തോണം, സ്റ്റാക്ക് SP പഠിച്ച പോലെ BP ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് സെഗ്മെന്റിന്റെ ബേസ് രജിസ്റ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഒരു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം മൂവ്
AL, BX plus 05. ഇതിനാണ് ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 05 എന്ന് പറയുന്നത് 05 എന്ന് പറയുന്ന ഡേറ്റയും പ്ലസ് BX എന്ന് പറയുന്ന ഒരു ഒരു അഡ്രസ് ആയിരിക്കും. ഈ അഡ്രസ്സും ഈ 05 കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു എഫക്റ്റീവ് മെമ്മറി അഡ്രസ് കിട്ടുന്നത്. അതായത് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റും കൂടി കാണിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇറ്റ് മേ ബി an 8-bit or 16-bit വാല്യൂ. അപ്പൊ ഇതൊരു ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ BX പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ തരും, അല്ലെങ്കിൽ BP പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ തരും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് മെമ്മറി അഡ്രസ് കിട്ടുന്നത്. ആ മെമ്മറി എന്നുള്ള ഡേറ്റ് എടുത്തായിരിക്കും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മൂവ് AL, BX plus 05. അപ്പം ക്വസ്റ്റ്യനിൽ പറയുന്നു BX രജിസ്റ്ററിൽ ഉള്ള കണ്ടന്റ് 0301 ആണ്. അപ്പൊ എന്ത് ചെയ്യും, 0301ഉം 05ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0306 കിട്ടും. 0306ലെ ഡേറ്റയും ALലെ ഡേറ്റയും കൊണ്ട് ആഡ് ചെയ്യപ്പെട്ടിട്ട് ആഡ് ചെയ്യല്ല, 0306ലെ ഡേറ്റ ആയിരിക്കും എവിടേക്ക് കോപ്പി ചെയ്യപ്പെടുന്നത്, ALലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നത്, മൂവ് ചെയ്യപ്പെടുന്നത്. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ, മൂവ് AL, BX plus 1346H. അപ്പൊ BXലെ വാല്യൂ 0301 ആണ്. ഇതിപ്പോ തന്നിരിക്കുന്നത് 16-bit ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. 16-bit ഡിസ്പ്ലേസ്മെന്റും കൂടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1647 കിട്ടി. 1647 എന്ന ലൊക്കേഷനിലെ കണ്ടന്റ് ആയിരിക്കും എയിലേക്ക് മൂവ് ചെയ്യുന്നത്. 1647 എന്ന ഡേറ്റ് അല്ല മൂവ് ചെയ്യുന്നത്, മറക്കരുത്. 1647 എന്ന മെമ്മറി അഡ്രസ്സിലെ കണ്ടന്റ് ആണ് മൂവ് ചെയ്യുന്നത്. ഇനി അവിടെ മൂവ് AX, എന്നായിരുന്നെങ്കിലോ, മൂവ് AX, BX plus 1346 എന്നായിരുന്നെങ്കിലോ, ഈ 1647ലെയും 1648ലെ ഡേറ്റയും കൂടെ എടുത്ത് എഴുതിയിട്ട് ആ വാല്യൂ ആയിരിക്കും എവിടെയും മൂവ് ചെയ്യപ്പെടുന്നത്, AXലേക്ക് മൂവ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ഇന്ന രജിസ്റ്ററിലെ കണ്ടന്റ് ഇതാണ്, അല്ലെങ്കിൽ ഇന്ന മെമ്മറിയിലെ അഡ്രസ് ലൊക്കേഷനിലെ കണ്ടന്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ ഫൈനലി ഉള്ള ഇന്ന രജിസ്റ്ററിലെ വാല്യൂ എത്രയാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, അത് AX എന്നാണോ AL എന്നാണോ AH എന്നാണോ ശ്രദ്ധിച്ചോണം തരുന്നത്. AX എന്നാണെങ്കിൽ തൊട്ട് കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷനിലേക്കും കൂടെ ഡേറ്റ് എടുത്തിട്ട് വേണം എഴുതാൻ. അപ്പം ഹയർ മെമ്മറിയിലുള്ള MSBയിലേക്കും ലോവർ മെമ്മറി ഉള്ളത് LSBയിലേക്കും പോകും. എന്നിട്ട് വേണം ആ ഡേറ്റ് എടുത്ത് കോപ്പി ചെയ്ത് എഴുതാൻ. അടുത്തത് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസ് രജിസ്റ്റർ ഓർ ബേസ് പോയിന്റർ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. അടുത്ത ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് ആകുമ്പോഴത്തേക്കോ ഇൻഡെക്സ് രജിസ്റ്റർ പ്ലസ് 8-bit or 16-bit ഡിസ്പ്ലേസ്മെന്റ് വരും. അപ്പൊ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആണ് ഏതാ, SIയും DIയും. അപ്പൊ ഓഫ്സെറ്റ് അഡ്രസ് അല്ലെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, SI or DI പ്ലസ് 8-bit or 16-bit ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പം മൂവ് AX, SI plus 05. അപ്പൊ എന്ത് ചെയ്യും, SI plus 05 കൂടി SIയിലെ കണ്ടിട്ടും 05ലെ ഡേറ്റയും കൂടി 05 എന്ന ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ കൂടെ ആഡ് ചെയ്യും. ആ അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റ AXലേക്ക് കൊടുക്കും. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും തൊട്ട് മുമ്പൊക്കെ ഞാൻ ഈ ഫിസിക്കൽ അഡ്രസ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ എല്ലാം 20-bit ആയിരുന്നു, ഇതിപ്പോ ഫിസിക്കൽ അഡ്രസ് അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. ശരിയാ, ഇവിടെ ഫിസിക്കൽ അഡ്രസ് അല്ല വരുന്നത്, ഇതെല്ലാം 16-bit ഫോർമാറ്റിലുള്ള കാര്യമാണ്. ഫിസിക്കൽ അഡ്രസ് ശരിക്കും BIU ആണ് കാൽക്കുലേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. മനസ്സിലായോ? ഇത് എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചെല്ലാം 16-bitലാണ് നടക്കുന്നത്. അപ്പം ആവശ്യപ്പെടുന്ന ഡേറ്റാസ് എല്ലാം BIU കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ആ ലൊക്കേഷനിൽ 20-bit ഫോർമാറ്റിലാക്കിയിട്ട്. അടുത്തത് അപ്പം ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അപ്പം ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ് പഠിച്ചു. ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ബേസ് രജിസ്റ്റർ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ. ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് ആകുമ്പോൾ സോഴ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ പ്ലസ് 8-bit or 16-bit ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ. അടുത്ത ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് ആകുമ്പോഴത്തേക്ക് ബേസ് രജിസ്റ്ററിലെയും ഇൻഡെക്സ് രജിസ്റ്ററിലെയും പ്ലസ് 8-bit or 16-bit ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് എഫക്റ്റീവ് നിങ്ങളുടെ അഡ്രസ്സ് കിട്ടുന്നത്, ഓപ്പറന്റിന്റെ അഡ്രസ്സ് കിട്ടുന്നത്. അപ്പോ ഇവിടെ ആഡ് AX, ബേസ്ഡ് ഇൻഡെക്സ്ഡ് ആണ്, തെറ്റിപ്പോയി. ബേസ്ഡ് ഇൻഡെക്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസും ഇൻഡെക്സും മാത്രമേ ഉള്ളൂ. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് 3 കൂടെ വരുന്നത്, എങ്കിൽ തെറ്റിപ്പോയതാ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ബേസ് ഇൻഡെക്സ്ഡ് എന്ന് പറയുമ്പോൾ ബേസ് രജിസ്റ്റർ പ്ലസ് ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂ. അപ്പം ആഡ് AX, BX plus SI എന്ന് പറയുമ്പോൾ ബേസ് രജിസ്റ്ററിലെയും SI രജിസ്റ്ററിലെയും കൂടെ വാല്യൂ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റ ആയിരിക്കും എന്ത് ഓപ്പറേഷൻ ആണോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ
AX എന്ന് വന്നത് കൊണ്ട് ആ ലൊക്കേഷൻ അടുത്ത മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ് എടുത്തിട്ടായിരിക്കും ഇവിടെ AX ന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അടുത്തത് ബേസ് ഇൻഡെക്സ്ഡ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കാണും. കുറച്ച് പറഞ്ഞു ഞാൻ തെറ്റിപ്പോയായിരുന്നു. ബേസ് ഇൻഡെക്സ്ഡ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ബേസും സോഴ്സ് ഇൻഡെക്സ് ഡിസ്പ്ലേസ്മെന്റ് മൂന്നും കൂടി വരും. മൂന്നിന്റെയും കൂടെ അഡീഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഒരു അക്യുമുലേറ്റർ ബേസ്ഡ് പ്രോസസർ ആണ് നമ്മുടെ 8085 എന്ന് പറയുന്നത്. അതായത് ഒരു അതെന്താന്ന് പറഞ്ഞു, 1 അഡ്രസ് പ്രോസസർ ആയിരുന്നു. പക്ഷെ 86 എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 2 അഡ്രസ് പ്രോസസർ ആണ്. അങ്ങനെ എക്സാമ്പിൾ തന്നിരിക്കും. ഇപ്പൊ മൂവ് രജിസ്റ്റർ കോമ രജിസ്റ്റർ, അതായത് മൂവ് എക്സ് കോമ ബി എക്സ് കോമ എക്സ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ രജിസ്റ്റേഴ്സിന്റെയും കോമ്പിനേഷൻസ് പറ്റും. അതാ കാണിച്ചിരിക്കുന്നത്. അപ്പൊ മൂവ് AL കോമ CH, ഇവിടെ ആവുമ്പോൾ AL CH ഒക്കെ വരുമ്പോൾ 8-bit ട്രാൻസ്ഫേഴ്സ് ആയിരിക്കും നടക്കുന്നത്. ALH BL BH. എക്സ് വരുമ്പോൾ എല്ലാം 16-bit ട്രാൻസ്ഫർ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ ഒക്കെ തന്നേക്കുക. അതായത് മൂവ് BX കോമ 8538H, മൂവ് CX കോമ BX. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എന്താ കണ്ടന്റ് എത്രയാണ് ആഫ്റ്റർ പ്രോഗ്രാം. BX-നകത്ത് ആദ്യമേ 8538 ആയിരുന്നു. അതെടുത്ത് എവിടേക്ക് കോപ്പി ചെയ്തു, CX രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്തു. അത്രേ ഉള്ളൂ അതിനകത്ത്. അതുപോലെ മൂവ് രജിസ്റ്റർ കോമ, ഇത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ചുമ്മാ കുറെ എക്സാമ്പിൾസ് എഴുതിയേക്കും ഞാൻ. മൂവ് രജിസ്റ്റർ കോമ മെമ്മറി, രജിസ്റ്റർ തന്നെ വേണമെന്നില്ല, രജിസ്റ്റർ മെമ്മറി. ആ രജിസ്റ്റർ മെമ്മറി ഉള്ളതാണ് നമ്മൾ പല ഇത് കണ്ടത്. നമ്മൾ എന്താ മെമ്മറി ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് മെമ്മറി അതുപോലെ കൊടുത്തു. പിന്നെ നമ്മൾ ബേസ്ഡ് ഇൻഡെക്സ്ഡ് ആയിട്ട് കൊടുത്തു, ബേസ്ഡ് ഇൻഡെക്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു, ബേസ്ഡ് ഇൻഡെക്സ്ഡ് കൊടുത്തു അല്ലേ. അപ്പൊ അതാണ് മെമ്മറി ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ രജിസ്റ്റർ കോമ മെമ്മറി ആ ഫോർമാറ്റിൽ എഴുതാം. ഇതാകുമ്പോ മൂവ് CX കോമ BX എന്ന് പറഞ്ഞാൽ എന്താ, രജിസ്റ്റർ ഇൻഡയറക്റ്റ് മോഡിൽ എഴുതിയേക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതിന് കുറെ എക്സാമ്പിളും കൂടി കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തതേ പേജിന്റെ ലാസ്റ്റിലേക്ക് നോക്കൂ. മൂവ് BX കോമ 0301, മൂവ് CX കോമ BX. അപ്പൊ ഞാൻ തന്നിട്ടുണ്ട് 0301 ഡേറ്റ 25 എന്നും 0302 ഡേറ്റ 98H എന്നും പറഞ്ഞിട്ടുണ്ട്, സൈഡിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള CX രജിസ്റ്ററിലെ ഡേറ്റ എത്ര ആയിരിക്കും. അപ്പൊ ആദ്യം BX-ലെ വാല്യൂ എന്താവും, 0301 ആവും. നെക്സ്റ്റില് 0301 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ഡേറ്റ എവിടേക്ക് കോപ്പി ചെയ്യണം, CX-ലേക്ക്. അപ്പൊ അവിടെ CX എന്നായതുകൊണ്ട് എന്ത് ചെയ്യും, 0301-ഉം 0302-ലെയും കൂടെ എടുക്കും. അപ്പൊ 0302-ലെ വാല്യൂ 98, 0301-ലെ വാല്യൂ 25. അപ്പം 9825 ആയിരിക്കും ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള CX-ലെ വാല്യൂ 9825. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ വെറുതെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നോക്കുമ്പോൾ തന്നെ ചുമ്മാ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഓരോ അഡ്രസ്സിലെയും വാല്യൂ ഒക്കെ. ഇപ്പൊ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് തന്നെ കുറെ എക്സാമ്പിൾസ് എഴുതിയേക്കുക. ഇപ്പൊ പറഞ്ഞ ഇപ്പം BX പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ഒക്കെ വരുമ്പോൾ ഒരെണ്ണം നോക്കാം നമുക്ക്. ഈ ലാസ്റ്റ് നോക്കിക്കോ. എല്ലാത്തിനും ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മാത്രമേ എഴുതിയുള്ളൂ. 10th മൂവ് BX പ്ലസ് SI പ്ലസ് ഡിസ് കോമ 1439H. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ 1439 എന്ന് പറഞ്ഞ ഒരു ഡയറക്റ്റ് വാല്യൂ ആണ്. അതിനെ ഈ പറയുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ BX-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0301, SI-യുടെ വാല്യൂ, SI എന്ന് പറയുന്ന രജിസ്റ്ററിൽ തന്നിട്ടുണ്ട് 1548, ഇമ്മീഡിയറ്റ് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ 04 എന്നാണ്, ഒരു 8-bit ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1848D എന്ന് കിട്ടും. അപ്പൊ 1439 എന്ന് പറയുന്ന വാല്യൂ എവിടേക്കൊക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്, 184D-ലേക്കും 184E-ലേക്കും കൂടി ആയിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലെ. കാരണം എന്താ, ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ 16-bit ആണ്, 1439 ആണ്. അപ്പം 14 എവിടേക്ക് പോവും, 184E-ലേക്ക് പോവും. 39 എവിടേക്ക് പോവും, 184D-ലേക്കും പോവും. മനസ്സിലായോ? MSB ഹയർ മെമ്മറി അഡ്രസ്സിലേക്ക് പോയി, LSB ലോവർ മെമ്മറി അഡ്രസ്സിലേക്ക് പോയി. അപ്പൊ അതായത് 184D എന്ന് പറയുന്ന അഡ്രസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പം കിട്ടിയത്. അപ്പൊ 184D-ലെ വാല്യൂ എത്രയായിരിക്കും, 39 ആയിരിക്കും. 184E-ലെ വാല്യൂ എത്രയായിരിക്കും, 14 ആയിരിക്കും.
ഇത് മനസ്സിലായോ? സംശയം ഉണ്ടെ പറയണേ. ഓക്കെ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതുപോലെ സെയിം സിമിലർ പ്രൊസീജിയർ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം അങ്ങനെ ചെയ്തേക്കുക. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ ഡെസ്റ്റിനേഷനിൽ വാല്യൂ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. move ax, 3415h, add ax, 5896h. ആദ്യം എന്ത് ചെയ്തു? ax ലേക്ക് 3415 കോപ്പി ചെയ്തു. then ax ലെ കണ്ടന്റും 5896 ലെ കണ്ടന്റും കൂടെ ആഡ് ചെയ്തു. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഹെക്സാഡെസിമൽ അഡിഷൻ ചെയ്യുക. 3415ഉം 5896ഉം. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരുന്നു HCAB. അതായിരിക്കും ax ലെ കണ്ടന്റ് അവസാനം. മിസ് ഇതിലൊക്കെ INT3 എന്ന് കാണുന്നുണ്ടല്ലോ. അത് നമ്മൾ അതെന്ന് വെച്ചാല് നമ്മള് നമ്മള് ഇത് കൊടുക്കത്തില്ലേ, നമ്മള് SJump ടു സെയിം നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കത്തില്ലേ, അതുപോലെ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് ഈ പലതരം റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന, നമ്മൾ 8051 കൊടുക്കുന്ന പോലെ അവിടെ നമ്മൾ SJump ഹിയർ എന്ന് പറയും കൊടുക്കും 8051. അവിടെ വെച്ചങ്ങ് എക്സിക്യൂട്ട് തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത് INT3 എന്ന് പറഞ്ഞാൽ ഏതാണ്? ടൈപ്പ് 3 ആണ് ശരിക്കും. അവിടെ വെച്ച് തീർന്നു എന്നുള്ളതാണ്. അതെ, അത് തന്നെ. ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എല്ലാം കൂടി പറഞ്ഞുകൊണ്ടൊന്ന് വെറുതെ ടൈം പോകത്തില്ല. എല്ലാം എളുപ്പമാണ്. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഇച്ചിരി വ്യത്യാസം വരുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ നമ്മുടെ ഡിഫോൾട്ട് ആയിട്ട് ഉള്ള, അതായത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മള്ള് ഒരു ഓപ്പറന്റ് മാത്രമേ, ബാക്കി എല്ലാവരും നമ്മൾ 2 ഓപ്പറൻസ് എഴുതി കണ്ടു. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ ഒരു ഓപ്പറന്റ് എഴുതുന്നുള്ളൂ. അപ്പം ഒന്നേ ഒരു മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ആയിരിക്കും കൊടുക്കുന്നത്. 2 ഓപ്പറൻസിന് അവിടെ കാണിക്കത്തില്ല. അപ്പൊ ഒരെണ്ണം ഡിഫോൾട്ട് ആയിട്ട് എന്തായിരിക്കും? എ രജിസ്റ്റർ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ AL രജിസ്റ്ററും അപ്പം ഇപ്പം മൾ ഒരു 0301 ഒരു അഡ്രസ് കൊടുക്കും, അല്ലെങ്കിൽ മൾ BH എന്നോ മറ്റോ കൊടുക്കുക. മൾ BH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ALഉം BHലെ കണ്ടന്റും കൂടി ആയിരിക്കും മൾട്ടിപ്ലൈഡ് ആവുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ മൾ BX എന്ന് കൊടുക്കുന്നു. അപ്പൊ BXഉം AXഉം കൂടി ആയിരിക്കും മൾട്ടിപ്ലൈഡ് ആവുന്നത്. BXും AXും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 16-bit 2 നമ്പേഴ്സും 16-bit ആവുമ്പോൾ റിസൾട്ട് ഓഫ് കോഴ്സ് എന്താ ഗ്രേറ്റർ ദാൻ 16-bit 32-bit വരും മാക്സിമം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 32-bit വരുമ്പോൾ നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നത് AX രജിസ്റ്ററിലാണ്. അപ്പം അത് ഓൾറെഡി എന്താ 16-bit ഉള്ളൂ. അപ്പൊ റിമൈനിങ് 16-bit കൂടെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എവിടെ? നമ്മുടെ DX രജിസ്റ്റർ. ഡിഫോൾട്ട് ആയിട്ട് DX രജിസ്റ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അല്ല നമ്മൾ 2 8-bit ഓപ്പറേഷൻ ആണ് നടക്കുന്നതെങ്കിൽ AX രജിസ്റ്റർ ഈസ് ഇനഫ്. AXനകത്ത് ഫുൾ കൺട്രോൾ. 16-bit മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് DX കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം സപ്പോസ് നമ്മുടെ റിസൾട്ട് ഇപ്പം വളരെ ചെറിയ വാല്യൂ ആണ് വെച്ചോ, അതായത് ഇപ്പം ചെറിയ നമ്പേഴ്സ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രജിസ്റ്ററിന്റെ ലോവർ ഓർഡർ ഹാഫ് മാത്രമേ ഫില്ല് ചെയ്തുള്ളൂ എന്ന് വെച്ചോ. AXന്റെയോ AXന്റെയോ DXന്റെയോ ലോവർ ഓർഡർ ഹാഫ് മാത്രമേ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടെല്ലാം 000 ഫുൾ സീറോസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഓവർഫ്ലോ ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ക്യാരി ഒന്നും വന്നിട്ടില്ല എന്ന്. അപ്പം നമ്മുടെ എന്താ രജിസ്റ്ററിന്റെ ഹയർ ഓർഡർ ഹാഫ് ഫുൾ സീറോസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നാ? ഓവർഫ്ലോ ഒന്നും ഇല്ല, അല്ലെ ചെറിയ നമ്പർ ആണ്. അപ്പൊ ഓവർഫ്ലോ ഫ്ലാഗ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ക്യാരി ഫ്ലാഗ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ചെറിയ നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായാലും അത് മുകളിലേക്ക് ഫുൾ എന്താ സീറോ നമ്പേഴ്സേ വരത്തുള്ളൂ, നോൺ സീറോ വരത്തില്ല. ഇപ്പൊ ഒരു റിസൾട്ട് ഇപ്പൊ എനിക്കൊരു 8-bit ആവുന്നിരിക്കുന്നത്. 8-bit റിസൾട്ട് ആണെങ്കിൽ AX രജിസ്റ്ററിന്റെ ഹാഫിൽ മാത്രമേ, ലോവർ ഓർഡർ ഹാഫിൽ മാത്രമേ ആ 8-bit നമ്പർ കാണും. ഹയർ ഓർഡർ ഹാഫ് മുഴുവൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് ഒരു 24-bit വന്നുള്ളൂ. അപ്പൊ DX രജിസ്റ്ററിന്റെ ഹയർ ഓർഡർ ഹാഫ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോഴും എന്തായിരിക്കും? ക്യാരി ഫ്ലാഗ് ഓവർഫ്ലോ ഫ്ലാഗും 0 ആയിരിക്കും.
അപ്പൊ ഇതൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നോക്കിയാൽ മതി. അടുത്ത ഐമൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾ ഓപ്പറേഷൻ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തന്നെ സൈൻഡ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരും, സൈൻഡ് ഓപ്പറേഷൻസ് വരുമ്പോഴത്തേക്ക്. അപ്പൊ സൈൻഡ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും എല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ എന്താ ഡി എക്സ് രജിസ്റ്ററിനകത്തായിരിക്കും 16 ബിറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 16 താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 16 ബിറ്റിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ് രജിസ്റ്ററിലായിരിക്കും റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോ ഇവിടുത്തെ ഒരു വ്യത്യാസം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ, ചെറിയ നമ്പർ ആണ്, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ സാധാരണ നമ്പർ സൈൻഡ് അല്ല അൺസൈൻഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഈ ഹയർ ഓർഡർ ഹാഫ്, ഇപ്പൊ ചെറിയ നമ്പർ ആണ് ഹയർ ഓർഡർ ഹാഫ് എല്ലാം 0 ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ, ഇവിടെ ഹയർ ഓർഡർ ഹാഫ് എന്തായിരിക്കും, സൈൻ എക്സ്റ്റൻഷൻ ആയിരിക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ -4 എന്നൊരു നമ്പർ ആണ് വന്നിരുന്നെങ്കിൽ ഈ ഹയർ ഓർഡർ ഹാഫ് മുഴുവൻ 1111 മൊത്തം 1 വരും സൈൻ എക്സ്റ്റൻഷൻ. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് MSB 1 ആയിരിക്കും അല്ലെ. അപ്പം ഈ ഹയർ ഓർഡർ ഹാഫ് മുഴുവൻ 1 ആയിരിക്കും. അല്ല പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഹയർ ഓർഡർ ഹാഫ് മുഴുവൻ 0 ആയിരിക്കും. അപ്പം ഈ രണ്ട് കേസ് വരുമ്പോൾ നമ്മുടെ ഓവർഫ്ലോ ഫ്ലാഗ് എന്തായിരിക്കും, 0 ആയിരിക്കും, ക്യാരി ഫ്ലാഗും 0 ആയിരിക്കും. അപ്പൊ അത് തെറ്റിപ്പോരുത്. കാരണം ചിലപ്പോ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും, ഐമൾ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നു എന്ന് വെച്ചു. നെഗറ്റീവ് റിസൾട്ട് വന്നിട്ട് നമ്മുടെ ക്വസ്റ്റിൽ പറയാണ് അതിന്റെ AX രജിസ്റ്ററിന്റെ ഹയർ ഓർഡർ ഹാഫ് മുഴുവനും 1 എന്നാ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ എത്ര ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ 1 കണ്ടോണ്ട് വിചാരിക്കും ക്യാരി ഫ്ലാഗ് 1 ആയിരിക്കും എന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല, അതൊരു ചെറിയ നമ്പർ ആണ്. കാരണം അത് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിന്റെ MSB 1 ആയതുകൊണ്ട് ആ MSBയുടെ സൈൻ എക്സ്റ്റൻഷൻ ആയിരിക്കും മുമ്പോട്ട് കൊടുക്കുന്നത്. സോ അവിടെ ഓവർഫ്ലോ ഫ്ലാഗും ക്യാരി ഫ്ലാഗും 0 ആയിരിക്കും. നെഗറ്റീവ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാ ചെയ്തേക്കുന്നത്, അത് നിങ്ങളുടെ നമ്മൾ പക്ക ഡിജിറ്റൽ തന്നെ. അടുത്ത div mem rich ഡിവിഷൻ ഓപ്പറേഷൻ. ഇതുപോലെ തന്നെ ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് 32 ബിറ്റ് നമ്പേഴ്സ് ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും, 16 ബിറ്റ് ആയിരിക്കും മാക്സിമം കോഷ്യന്റ് വരിക. പക്ഷെ റിമൈൻഡർ ഉണ്ടാവും അല്ലെ, ആ റിമൈൻഡർ എവിടെ സ്റ്റോർ ചെയ്യും, DX രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഇനി അല്ല 16 ബിറ്റ് ഇനി നമുക്ക് കിട്ടുന്ന റിസൾട്ട് 8 ബിറ്റ് ആണെങ്കിൽ റിമൈൻഡർ AXന്റെ ഹയർ ഓർഡർ ഹാഫിൽ സ്റ്റോർ ചെയ്യും, MSB ഭാഗത്ത് സ്റ്റോർ ചെയ്യും, ലോവർ ഓർഡർ ഹാഫിൽ കോഷ്യന്റ് സ്റ്റോർ ചെയ്യും. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിനും എന്തുണ്ട്, സൈൻഡ് ഓപ്പറേഷൻ ഉണ്ട്. ഇനി കോഷ്യന്റ് ഗ്രേറ്റർ ദാൻ FFF എന്നാണെങ്കിൽ, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ടൈപ്പ് 0 ഇന്ററപ്റ്റ് വന്നു എന്നാ. അപ്പൊ നമ്മുടെ എന്ത് സംഭവിക്കും, ഓവർഫ്ലോ ഫ്ലാഗ് ഹൈ ആയിട്ട് മാറും. അതായത് ടൈപ്പ് 0 ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇതെല്ലാം എക്സാമ്പിൾസ് കൊടുത്തിരിക്കുക. ഇനി അടുത്തത് ലോഡ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ലോഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മള് ലോഡ് ഇൻസ്ട്രക്ഷനിൽ ഈ ലോഡ് SB എന്ന് കണ്ടെങ്കിൽ എസ് എന്ന് കിടക്കുന്നുണ്ടോ, അതൊരു സ്ട്രിങ് ഓപ്പറേഷൻ ആണ്. സ്ട്രിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ നിന്നും ഡേറ്റ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കുന്നത് നമ്മൾ സ്ട്രിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ലോഡ് SB എന്ന് കണ്ടെങ്കിൽ, അതായത് ലോഡ് SB എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നമ്മുടെ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിൽ ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ്സിൽ നിന്ന് പോയി എന്തെടുക്കും, ഒരു ബൈറ്റ് ഡേറ്റ എടുക്കും. എടുത്തിട്ട് എവിടെ വെക്കും, നമ്മുടെ അക്യൂമുലേറ്റർ ALലേക്ക് വെക്കും. ലോഡ് SB എന്ന് കണ്ടുകഴിഞ്ഞാൽ ബൈറ്റ് ആയിരിക്കും എടുക്കുന്നത്. ലോഡ് SB എന്ന ലോഡ് S കാണിക്കുന്ന സ്ട്രിങ് എന്നുള്ളതാണ്, B എന്ന് കണ്ടാൽ ബൈറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിൽ എന്തുണ്ടാവും, ഒരു സോഴ്സ് മെമ്മറി അഡ്രസ് ഉണ്ടാവും. ആ മെമ്മറി അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റ കൊണ്ടുവന്ന് എവിടെ വെക്കും, നമ്മുടെ AL വെക്കും. ലോഡ് എന്ന് കണ്ടുകഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതാണ്, നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് എടുക്കുന്നത്. സ്റ്റോർ എന്ന് കണ്ടുകഴിഞ്ഞാൽ അക്യുമുലേറ്ററിൽ നിന്ന് തിരിച്ച് മെമ്മറിയിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം ലോഡ് ആണെങ്കിൽ സോഴ്സ് രജിസ്റ്ററിനകത്തായിരിക്കും നമുക്ക് വേണ്ടുന്ന സോഴ്സ് മെമ്മറിയുടെ അഡ്രസ് കിടക്കുന്നത്. ഇനി സ്റ്റോർ ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് അല്ലേ, അത് കിടക്കുന്നത് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററിലായിരിക്കും ആ മെമ്മറിയുടെ അഡ്രസ് കിടക്കുന്നത്. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ, അപ്പൊ സപ്പോസ് നമ്മുടെ ലോഡ് SB ചെയ്യുമ്പോൾ എന്താ, ലോഡ് ദ കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ അഡ്രസ്ഡ് ബൈ SA രജിസ്റ്റർ ഇൻറ്റു AL രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യപ്പെടും. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറഞ്ഞു ഒരു ഫ്ലാഗ്, ഡയറക്ഷൻ ഫ്ലാഗ് എന്തായിട്ട് അസോസിയേറ്റ് ചെയ്താന്ന് പറഞ്ഞു, സ്ട്രിങ് ഓപ്പറേഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡയറക്ഷൻ ഫ്ലാഗ് എന്ത് ചെയ്യും, ഡയറക്ഷൻ ഫ്ലാഗിലെ വാല്യൂ എന്നിട്ട് ചെക്ക് ചെയ്യും, പ്രോസസർ ചെക്ക് ചെയ്യും. ഡയറക്ഷൻ ഫ്ലാഗിലെ വാല്യൂ
0 ആണെങ്കിൽ അടുത്ത എസ് എ രജിസ്റ്ററിൽ അടുത്ത കണ്ടന്റ് എന്തായിരിക്കും എന്നറിയാവോ? ഇത് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും എസ് എ രജിസ്റ്ററിലെ കണ്ടന്റ്. എസ് എ രജിസ്റ്ററുടെ വാല്യൂ എന്ത് ചെയ്യുന്നറിയാവോ? ഇപ്പൊ 0301 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് നമ്മൾ ഇപ്പം ഡേറ്റ എടുത്തതെന്നെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എസ് എ രജിസ്റ്ററിലെ വാല്യൂ 0302 ആയിട്ട് മാറും. ഇഫ് ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ. ഇനി ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ 1 ആണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം? ഡിക്രിമെന്റ് ചെയ്യുക ചെയ്യുന്നത്. ഹയറിൽ നിന്ന് താഴേക്ക് പോരുക ചെയ്യുന്നത്. അതായത് 0301 എന്ന ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ അടുത്ത എസ് എ രജിസ്റ്ററിലെ വാല്യൂ എന്തായിരിക്കും? 0300 ആയിരിക്കും. ഡിക്രിമെന്റഡ് ബൈ 1 ആയിരിക്കും. ഡയറക്ഷൻ ഫ്ലാഗ് 1 ആണെങ്കിൽ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിന്റെ കണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രിമെന്റഡ് ആവും. ഇനി ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിന്റെ വാല്യൂ ഇൻക്രിമെന്റഡ് ആവും. ഹയർ ടു ലോവർ അല്ലെങ്കിൽ ലോവർ ടു ഹയർ ഈ മെമ്മറീസിനെ ആക്സസ് ചെയ്യുമ്പോഴാണ് ഈ ഡയറക്ഷൻ ഫ്ലാഗ് ഹൈ അല്ലെങ്കിൽ ലോ ആയിട്ട് മാറുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? മൂവ് SA,0 to 01H ലോഡ് SB. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് SI എന്ന് പറയുന്നത് സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂ 0201 ആയിരുന്നു. 0201 കിടക്കുന്ന ഡേറ്റ 75H ആണെന്ന് വെച്ചോ. അപ്പൊ ലോഡ് SB ചെയ്ത് കഴിയുമ്പോൾ 75H എവിടെ വരും? AL വരും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളോട് പറയുന്നു നമ്മുടെ ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരുന്നു എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം വാട്ട് വിൽ ബി ദ കണ്ടന്റ് ഇൻ SA രജിസ്റ്റർ? എന്തായിരിക്കും ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരുന്നെങ്കിൽ? എനിവൺ പറഞ്ഞേ. ഇൻക്രിമെന്റ് ചെയ്യാ? അല്ല, എന്ത് ചെയ്യണം? 0 ആണെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യപ്പെടും. 0 ആണെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യും. ലോവർ ടു ഹയറിലേക്ക് പോകും മെമ്മറി അഡ്രസ്. അപ്പം 0201 എന്നുള്ളത് എവിടെയാവും? അടുത്ത സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂ 0202 ആയിട്ട് മാറും. ഓക്കെ ആണോ? ബി എന്ന് പറഞ്ഞാൽ ബൈറ്റ്. ബി മീൻസ് ബൈറ്റ് എന്നാണ്, ബൈറ്റ്. ഇനി നമുക്ക് ലോഡ് SW ഉണ്ട്. അത് പറഞ്ഞാൽ വേർഡ് ആയിരിക്കും. ഇവിടെ 8 ബിറ്റേ എടുത്തുള്ളൂ. മറ്റേ നമ്മൾ 16 ബിറ്റ് എടുക്കും, 2 ബൈറ്റ് എടുക്കും. അതാണ് ഓൺ വേർഡ് അല്ലേ 2 ബൈറ്റ്. നമ്മുടെ 8086 2 ബൈറ്റ് ആണ് ഓൺ വേർഡ് എന്ന്. അപ്പൊ അടുത്ത് നോക്കിയോ, ലോഡ് SW. ലോഡ് SW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിൽ കിടക്കുന്ന അഡ്രസ്സിൽ നിന്ന് എന്തെടുക്കും? അതായത് അതിനകത്താണ് മെമ്മറി, ഏത് മെമ്മറി അഡ്രസ് ആണ് SA രജിസ്റ്ററിലുണ്ട്. അവിടുന്ന് തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷനിലും കൂടെ എന്തെടുക്കും? ഡേറ്റ് എടുക്കും. അതാണ് എടുത്ത് ഇവിടെ വെക്കുന്നത്, AX രജിസ്റ്ററിൽ വെക്കുന്നത്. വേർഡ് വരുമ്പം AX, ബൈറ്റ് വരുമ്പം AL. അപ്പോ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഇപ്പോ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ലോഡ് SBയില് നമ്മൾ ഡയറക്ഷൻ ഫ്ലാഗിനനുസരിച്ച് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റഡ് ബൈ 1 ആയിരുന്നു. ഇവിടെ ആകുമ്പോ എങ്ങനെയായിരിക്കും? ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റഡ് ബൈ എത്ര വരും? ലോഡ് വേർഡ് വരുമ്പോഴത്തേക്ക് 2 വരും. കാരണം 2 കോൺസിക്യൂട്ടീവ് ലൊക്കേഷനിലെ ഡേറ്റ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പൊ പിന്നെ അതേ പ്ലസ് അതും കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് വേണം നമ്മുടെ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പം ഇൻക്രിമെന്റഡ് ഓർ ഡിക്രിമെന്റഡ് ബൈ 2 എന്നായിരിക്കും. അത് ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇൻക്രിമെന്റഡ് ബൈ 2, ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഡിക്രിമെന്റഡ് ബൈ 2. DF = 1 ആണെങ്കിൽ ഹയർ ടു ലോവറിലേക്കായിരിക്കും പോകുന്നത്. ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ ലോവർ ടു ഹയർ മെമ്മറി അഡ്രസ്സിലേക്കായിരിക്കും പോകുന്നത്. അത് തിരിഞ്ഞു പോകരുത്. എക്സാമ്പിൾ ഡയറക്ഷൻ ഫ്ലാഗിന്റെ കണ്ടന്റ്സ് എപ്പോഴാ മാറുന്നത്? 01 മാറുന്നത് എപ്പോഴാ? എന്നാടാ ഡയറക്ഷൻ ഫ്ലാഗ്? ഇല്ല, കണ്ടന്റ്സ് 0 അല്ലെങ്കിൽ 1 പ്രോഗ്രാമിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്ലിയർ ക്യാരി എന്നൊക്കെ പറയത്തില്ലേ, കോംപ്ലിമെന്റ് ക്യാരി എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് ക്യാരി എന്നൊക്കെ ഇൻസ്ട്രക്ഷൻ ഉള്ള പോലെ ഡയറക്ഷൻ ഫ്ലാഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. അത് പ്രോഗ്രാമർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഹയർ ടു ലോവറിലേക്ക് ഡേറ്റ എടുത്താൽ മതി എന്നാണ് പ്രോഗ്രാമർ ഉദ്ദേശിക്കുന്നത്. അയാൾ പ്രോഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ഡേറ്റ ആക്സസ് ചെയ്യുന്നത്. STD എന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ സെറ്റ് ഡയറക്ഷൻ ഫ്ലാഗ്. നമുക്ക് പഠിക്കാനുണ്ട്. അത് ഫ്ലാഗിനെ സെറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അത് പ്രോഗ്രാമർ എങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ. അയാൾ സെറ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ചിരിക്കും.
അപ്പം ഡയറക്ഷൻ ഫ്ലാഗിന്റെ വാല്യൂ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റ ആക്സസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അടുത്തത് ഇപ്പൊ ഈ കണ്ടെയ്നർ നേരെ റിവേഴ്സ് പ്രോസസ്. ലോഡ് കഴിഞ്ഞാൽ അടുത്ത് സ്റ്റോർ. സ്റ്റോർ എന്ന് പറയുമ്പോൾ തിരിച്ച് റിവേഴ്സ് പ്രോസസ്. നമ്മുടെ AL അല്ലെങ്കിൽ AX രജിസ്റ്ററിൽ നിന്ന് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് പോകും. ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററിലേക്കായിരിക്കും. അതായത് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററിലായിരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ മെമ്മറി അഡ്രസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ സ്റ്റോർ ദ കണ്ടന്റ് ഓഫ് AL രജിസ്റ്റർ ഇൻ ബി ആവുമ്പോൾ ബൈറ്റ് ആവുമ്പോൾ AL രജിസ്റ്റർ ഉണ്ടാവത്തുള്ളൂ. L എന്നുള്ള ഡേറ്റ എവിടേക്ക് പോകും? മെമ്മറി അഡ്രസ്ഡ് ബൈ DI രജിസ്റ്റർ, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ. അതുപോലെ തന്നെ അവിടെയും എന്തുണ്ട്, ഈ പറഞ്ഞ ഡിക്രിമെന്റ് ഇൻക്രിമെന്റ് ഉണ്ട്. ഈ സ്ട്രിംഗ് ഇൻസ്ട്രക്ഷനിൽ മുഴുവൻ ഡിക്രിമെന്റ് ഓർ ഇൻക്രിമെന്റ് എന്നുള്ള കാര്യം വരും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയറക്ഷൻ ഫ്ലാഗ് വാല്യൂ. ഇതുപോലെ തന്നെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നത്. അടുത്തത് ലോഡ് ഓർ സ്റ്റോർ ഓർ എക്സ്ചേഞ്ച് ഇൻസ്ട്രക്ഷൻ. ഇതുപോലെ തന്നെ ലോഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കണ്ട പോലെ തന്നെ ഉള്ളതാണ് അടുത്തത്. നമ്മൾ ലോഡ് എസ് എന്ന് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് അവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള രജിസ്റ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, A രജിസ്റ്റർ. അടുത്തത് LDS എന്ന് കണ്ടാൽ ലോഡ് ഓപ്പറേഷൻ തന്നെ, പക്ഷെ അവിടെ രജിസ്റ്റർ വേറെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചെയ്യപ്പെടും. അതായത് DS എന്ന് കാണുമ്പോൾ ഓർത്തോണം, ഡേറ്റ ലോഡ് പോലെ തന്നെ L എന്ന് പറയുന്നത് ലോഡ് ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ LDS എന്ന് കണ്ടാൽ ഡേറ്റ സെഗ്മെന്റ് എന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കണം. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇപ്പം LDS മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മെമ്മറി അഡ്രസ് ഡയറക്റ്റ് ആയിട്ട് തരും. ആ മെമ്മറി അഡ്രസ് എന്നുള്ള ഡേറ്റ എവിടേക്ക് നമുക്ക് തന്നിരിക്കുന്ന രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യും. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഇത് ചെയ്യും. അതായത് നെക്സ്റ്റ് വേർഡ് ഫ്രം ദ അടുത്ത ഇപ്പൊ ഈ തന്നിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ കഴിഞ്ഞിട്ടുള്ള രണ്ട് മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ രണ്ട് മെമ്മറി ലൊക്കേഷന്റെ ഡേറ്റ എടുത്തിട്ട് എവിടെ കൊടുക്കും അറിയാമോ? നമ്മുടെ DS രജിസ്റ്ററിലേക്ക് കൊടുക്കും, ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലേക്ക് കൊടുക്കും. അതായത് ഈ ഇൻസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് ഓപ്പറേഷൻ പോലെ തന്നെ തന്നിരിക്കുന്ന മെമ്മറി അഡ്രസ്സിൽ നിന്ന് തന്നിരിക്കുന്ന രജിസ്റ്ററിലേക്ക് ഡേറ്റ കോപ്പി ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഈ തന്നിരിക്കുന്ന മെമ്മറി അഡ്രസ് കഴിഞ്ഞിട്ടുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് ലൊക്കേഷനിലെ ഡേറ്റ എടുത്ത് ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യും. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിക്കേ. ദിസ് ഇൻസ്ട്രക്ഷൻ ലോഡ്സ് എ വേർഡ് ഫ്രം ദ സ്പെസിഫൈഡ് മെമ്മറി ലൊക്കേഷൻ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്, LDS SA, 0200. അപ്പൊ ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ 0200 ഡേറ്റ എവിടേക്ക് കോപ്പി ചെയ്യും? 0200 0201 എന്നാലേ ഒരു വേർഡ് ആവത്തുള്ളൂ. അതെടുത്ത് എവിടേക്ക് കോപ്പി ചെയ്യും? സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിലേക്ക് കോപ്പി. SI തന്നിരിക്കുന്ന രജിസ്റ്റർ SI വേറെ ഏതെങ്കിലും രജിസ്റ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇപ്പൊ 0200 0201 ഡേറ്റ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ 0203 0204 വാല്യൂ ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യും. ഓക്കെ ആണോ? അതുപോലെ തന്നെ LES mem എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഈ നമ്മുടെ തന്നിരിക്കുന്ന മെമ്മറിയിൽ നിന്നും തന്നിരിക്കുന്ന രജിസ്റ്ററിലേക്ക് ഡേറ്റ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ എടുത്ത് എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്ററിലേക്കാണ് കോപ്പി ചെയ്യുന്നത്, ES.